ഹായ് ഫ്രണ്ട്സ്, വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു എജ്യൂട്യൂട്ടർ. ഇഗ്നോ യൂണിവേഴ്സിറ്റിയുടെ MAG-1 ആണ് നമ്മളോട് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ബ്ലോക്ക് 1-ൽ ഓൾറെഡി യൂണിറ്റ് 1-ഉം യൂണിറ്റ് 2 നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. യൂണിറ്റ് 2-ൽ പല പാർട്സുകളായിട്ടാണ് നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മളിപ്പോൾ യൂണിറ്റ് 3-ലാണ്. ദ ഏജ് ഓഫ് ചൗസർ. This unit explains the historical, cultural, intellectual and literary background of the age of Geoffrey Chaucer. His time was a period of transition from feudalism to a money-based economy and from medieval to early modern society. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ചാപ്റ്ററാണിത്. ഏജ് ഓഫ് ചൗസറിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. അപ്പോൾ ഇതിൽ ഹിസ്റ്റോറിക്കൽ, കൾച്ചറൽ, ഇൻ്റലക്ച്വൽ, ലിറ്റററി ബാക്ക്ഗ്രൗണ്ട് ഓഫ് ജിയോഫ്രെ ചൗസറിനെ കുറിച്ച് നമുക്ക് പഠിക്കാനായിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ആ ഒരു അദ്ദേഹം ജീവിച്ചിരുന്ന ആ ഒരു സമയം എന്ന് പറയുന്നതിൽ വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഫ്യൂഡലിസത്തിൽ നിന്നും ഒരു എക്കണോമിക്കലി മണി ബേസ് ആയിട്ടുള്ള ഒരു ചേഞ്ച് വന്നിട്ടുള്ള ഒരു സമയമാണ്. അല്ലെങ്കിൽ നമുക്ക് വേറൊരു കാര്യം പറയാം, മിഡീവിയലിൽ നിന്നും മോഡേൺ സൊസൈറ്റിയിലോട്ട് മാറിയ ഒരു ടൈമിലാണ് ഇദ്ദേഹത്തിൻ്റെ ഒരു കാലഘട്ടം എന്ന് പറയുന്നത്. ഹിസ്റ്റോറിക്കൽ ബാക്ക്ഗ്രൗണ്ട്. ഡ്യൂറിങ് ദ ലേറ്റ് മിഡിൽ ഏജസ്, trade and commerce increased, leading to the growth of towns, especially London. Many people moved from villages to towns for work. Important events like the 100 Years' War, Black Death, and Peasants' Revolt brought major social changes. The 100 Years' War, 1337 to 1453, weakened feudalism and encouraged national identity. The Black Death, 1348 to 1409, killed nearly 1/3 of England's population, causing labor shortage and higher wages. The Peasants' Revolt, 1381, was a protest against heavy taxes and injustice. These events weakened the old feudal system and strengthened the middle class. Life in towns. London became a busy city of trade and culture. People lived in small houses with a little privacy and comfort. Guilds, trade associations, controlled business and crafts. Public life was lively with markets, festivals, dramas and religious activities. നമ്മൾ പറഞ്ഞു ഓൾറെഡി ചൗസറിൻ്റെ ടൈം എന്ന് പറയുന്നത് ഹിസ്റ്റോറിക്കലി നോക്കുകയാണെങ്കിൽ ധാരാളം മാറ്റം മിഡിൽ ഏജിൽ നിന്നും മോഡേൺ ഏജിലോട്ടുള്ള ഒരു വലിയ മാറ്റത്തിൻ്റെ സമയമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ലണ്ടനിൽ വലിയൊരു മാറ്റം ട്രേഡ് ആൻഡ് കോമേഴ്സിൽ ഉണ്ടായിട്ടുണ്ട്. അതുപോലെ ഈ വില്ലേജിലത്തെ ജനങ്ങളാവട്ടെ, അവരൊക്കെ ആൾക്കാർ വില്ലേജിൽ നിന്ന് ടൗണിലേക്ക് വർക്കിനായിട്ട് മാറാനായിട്ട് തുടങ്ങി. അവിടെ നടന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 3 കാര്യങ്ങളാണ് ദ 100 Years' War, ദ ബ്ലാക്ക് ഡെത്ത്, ദ പെസൻസ് റിവോൾട്ട്. ഈ 3 കാര്യങ്ങളും സോഷ്യൽ ചേഞ്ചിൽ വലിയൊരു മാറ്റം സമൂഹത്തിൽ വരുത്തിയ 3 കാര്യങ്ങളാണത്. ദ 100 Years' War എന്ന് പറയുന്നത് 1337 മുതൽ 1453 വരെ നീണ്ടു നിന്നിട്ടുള്ള ഒരു വാറാണ്. അപ്പോൾ ഇവിടെ ഫ്യൂഡലിസം എന്ന് പറയുന്നത് അവസാനിക്കുകയും അതുപോലെ തന്നെ നാഷണൽ ഐഡൻറ്റിറ്റിക്ക് കൂടുതൽ പ്രാധാന്യം നൽകുകയും സ്വാതന്ത്ര്യത്തിലോട്ട് അടുക്കുന്ന ഒരു മാറ്റമായിരുന്നു. അതുപോലെ ബ്ലാക്ക് ഡെത്ത് 1348 to 1409 നമുക്കത് കാണാൻ സാധിക്കുക. ഇവിടെ സംഭവിച്ചത് വലിയൊരു ട്രാജഡിയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ 1/3 ഓഫ് ഇംഗ്ലണ്ട് പോപ്പുലേഷൻ തന്നെ അവർ യുദ്ധത്തിന് ശേഷം എന്താ പറയുക, അവരെ കൊല്ലുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അത്രയും ആൾക്കാർ മരിച്ചു പോയത് കൊണ്ട് തന്നെ ലേബർ ഷോർട്ടേജും ഹയർ വേജസും ഒക്കെയാണ് അവിടെ നടക്കുന്ന മറ്റൊരു സംഭവം. സൊസൈറ്റിയിൽ വരുന്ന മാറ്റത്തെ കുറിച്ചിട്ടാണ് കേട്ടോ പറയുന്നത്. അതിനുശേഷം 1381 നടന്ന മറ്റൊരു സംഭവമാണ് പെസൻസ് റിവോൾട്ട്. ഇതെന്ന് പറയുന്നത് അന്ന് ടാക്സസും അതുപോലെ ഇൻജസ്റ്റിസ് ആയിട്ടുള്ള കുറേ അധികം ആക്ട്സുകളും നടന്നിട്ടുണ്ടായി. അപ്പോൾ അതിനെതിരെ ഒരു പ്രൊട്ടസ്റ്റ് നടത്തിയിരുന്നു. അപ്പോൾ ആ ഒരു സംഭവമാണ് ദ പെസൻസ് റിവോൾട്ട്. അപ്പോൾ ഈ ഈവൻസുകളൊക്കെ തന്നെയായിരിക്കാം ഫ്യൂഡൽ സിസ്റ്റത്തിന് ഒരു വീക്ക്നെസ് അവർക്കൊരു തളർച്ച വരാനും അതേസമയം മിഡിൽ ക്ലാസ്സിൽ ആ ഒരു ഉയർച്ചയ്ക്ക് ഒരു
എന്താ പറയുക, ഒരു മുന്നോടിയാവാനായിട്ട് അല്ലെങ്കിൽ ഒരു ഉയർച്ച ഉണ്ടാവാനായിട്ടുള്ള അല്ലെങ്കിൽ ഒരു മാറ്റം ഉണ്ടാവാനായിട്ടും ഈ 3 ഈവൻസുകളും സഹായകരമായിട്ടുണ്ട്. അങ്ങനെ ലണ്ടനിൽ വന്ന മാറ്റം എന്ന് പറയുന്നത് കുറേ അധികം ട്രേഡ് ആൻഡ് കൾച്ചറൊക്കെ ആയിട്ട് ഒരു ബിസി സിറ്റി ആയിട്ടാണ് അത് മാറുകയാണ് ചെയ്യുന്നത്. അതുപോലെ ലണ്ടനിലത്തെ ആൾക്കാർ ചെറിയ ചെറിയ വീടുകളിൽ താമസിക്കാനും അവർക്ക് അവരുടേതായ പ്രൈവസിയിലും കംഫർട്ടിലും ജീവിക്കാനായിട്ട് അവർ ആരംഭിക്കാൻ തുടങ്ങി. അതുപോലെ ബിസിനസ്, ക്രാഫ്റ്റ് വർക്ക്, ഇതിലൊക്കെ ധാരാളം മാറ്റങ്ങൾ വന്നു. പിന്നെ പബ്ലിക്കിലാവട്ടെ, പബ്ലിക് ലൈഫ് എന്ന് പറയുന്നത് ആൾക്കാർ മാർക്കറ്റ്, ഫെസ്റ്റിവൽ, ഡ്രാമാസ്, റിലീജിയസ് ആക്ടിവിറ്റീസ് ഇതൊക്കെ സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങി ഈ ഒരു ഇരയിൽ. ഇനി കൾച്ചറൽ ബാക്ക്ഗ്രൗണ്ട്. സൊസൈറ്റി വാസ് ഡിവൈഡഡ് ഇൻ ടു 3 എസ്റ്റേറ്റ്സ്. നൊബിലിറ്റി എന്ന് വെച്ചാൽ നൈറ്റ്സ്, ചേർച്ച് ക്ലർജി, വർക്കേഴ്സ് കോമൺ പീപ്പിൾ. Chaucer mainly focused on the middle class. He showed the gap between ideals and reality, especially in chivalry and courtly love. Though these ideals spoke of honor and love, in real life, marriages were based on money and power, and women suffered greatly. ഇവിടെ സൊസൈറ്റിയിൽ ധാരാളം മാറ്റങ്ങൾ വന്നതായിട്ട് നമ്മളിപ്പോൾ കണ്ടു. അപ്പോൾ ഇനി കൾച്ചറൽ ബാക്ക്ഗ്രൗണ്ടിനെ നോക്കുകയാണെങ്കിൽ 3 ഡിവിഷനായിട്ട് നമുക്ക് ഈ വ്യക്തികളെ, സമൂഹത്തിനെ നമുക്ക് കാണാൻ സാധിക്കും. നൊബിലിറ്റി, ചേർച്ച് ആൻഡ് വർക്കേഴ്സ്. അപ്പോൾ നമ്മുടെ ചൗസർ വരുന്നത് ഒരു മിഡിൽ ക്ലാസ് അവരെ ഫോക്കസ് ചെയ്തുകൊണ്ട്, അല്ലെങ്കിൽ മിഡിൽ ക്ലാസ്സിലാണ് ചൗസർ പെടുന്നത്. പിന്നെ ഒരു മാരേജിനൊക്കെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇവിടെ കൂടുതലായിട്ടും പൈസ അതിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ പവറിന് വേണ്ടിയിട്ടൊക്കെയാണ് മാരി ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ സ്ത്രീകൾക്ക് ഒട്ടും തന്നെ ആ സൊസൈറ്റിയിൽ പ്രാധാന്യം നൽകിയിരുന്നില്ല. അതിന് പകരമായിട്ട് അവർ കൂടുതലായിട്ടും സഫർ ചെയ്തുകൊണ്ടിരിക്കുന്നത്, സ്ത്രീകൾ സഫർ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സൊസൈറ്റിയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ഇതൊന്നും നിങ്ങൾ ബൈ ഹാർട്ട് ചെയ്യല്ല കേട്ടോ. ഞാൻ അടുത്തൊരു സെക്ഷനിൽ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് നിങ്ങൾക്ക് തരാം. ഇത് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി പോയാൽ മതി. Intellectual background. Religion deeply influenced life and thought. People believed in God's control, astrology, destiny, dreams, and medicine based on the 4 humors. The Lollards criticized corruption in the church and supported religious reform. Mystics emphasized personal devotion to God. പിന്നെ ഇവിടെ സമൂഹത്തിൽ വന്ന മാറ്റത്തിൽ ആൾക്കാർക്ക് ദൈവത്തിലും അതുപോലെ അസ്ട്രോളജിയിലും അങ്ങനെ മെഡിസിനിലൊക്കെ വിശ്വാസം വരാനായിട്ട് തുടങ്ങിയ ഒരു കാലഘട്ടമാണ്. പക്ഷേ ഇവിടെ ലോലാർഡ്സ് എന്ന് പറയുന്ന ഒരു തരം ആൾക്കാർ, അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ, അവർ പള്ളിയിൽ അല്ലെങ്കിൽ ചേർച്ചിലുണ്ടാകുന്ന കറപ്ഷൻസിനെ കുറിച്ചിട്ട് അവർ ക്രിട്ടിസൈസ് ചെയ്യാൻ തുടങ്ങി. അതുകൊണ്ട് തന്നെ അവർ റിലീജിയസിൽ ഒരു റീഫോം വേണം എന്ന് ആവശ്യപ്പെട്ടു, അല്ലെങ്കിൽ അതിനെ സപ്പോർട്ട് ചെയ്ത വ്യക്തികളാണ് ഈ ലോലാർഡ്സ്. അതേസമയം മിസ്റ്റിക്സിൻ്റെ വളർച്ചയും ഈ ഒരു കാലഘട്ടത്തിലുണ്ടായിരുന്നു. അവർ കൂടുതലായിട്ടും ദൈവത്തിനോട് ആരാധന പുലർത്തിക്കൊണ്ടിരുന്ന വ്യക്തികളാണ്. ലിറ്റററി ബാക്ക്ഗ്രൗണ്ട്. ആഫ്റ്റർ ദ നോർമൻ കോൺക്വസ്റ്റ് 1066, French influenced and entered English language and literature. Over time, English regained importance. Literature moved from religious writing to romances and realism. 1066 നോർമൻ കോൺക്വസ്റ്റിന് ശേഷം ഇംഗ്ലീഷ് ലാംഗ്വേജിൽ ഫ്രഞ്ച് ഇൻഫ്ലുവൻസും കൂടി കടന്നു വരാനായിട്ട് തുടങ്ങി. അപ്പോൾ ഇംഗ്ലീഷ് ലാംഗ്വേജിലും ലിറ്ററേച്ചറിലൊക്കെ നമുക്ക് ആരെ കാണാൻ സാധിക്കും? ഫ്രഞ്ച് ഇൻഫ്ലുവൻസ് അവിടെ കാണാൻ സാധിക്കും. അങ്ങനെയാണ് പിന്നീട് ഇംഗ്ലീഷിൽ അല്ലെങ്കിൽ ഇംഗ്ലീഷ് ലിറ്ററേച്ചറിൽ വലിയൊരു മാറ്റമായിട്ടുള്ള റൊമാൻസ് അല്ലെങ്കിൽ റിയാലിസം ഇതൊക്കെ കാണാൻ സാധിക്കുന്നത്. ആദ്യം റിലീജിയസിനായിരുന്നു കൂടുതൽ അവർ ഫോക്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നീടൊരു ഷിഫ്റ്റാണ് ഇവിടെ സംഭവിക്കുന്നത്. മേജർ റൈറ്റേഴ്സ് ഓഫ് ദ പീരിയഡ്: ചൗസർ, ലാംഗ്ലാൻഡ്, പിയേഴ്സ് പ്ലോമാൻ, ഗോവർ, പേൾ പോയറ്റ്. Themes included romance, morality, religion, social criticism, and realism. Chaucer combined courtly romance with realistic social observation, especially in the Canterbury Tales. അപ്പോൾ അന്നത്തെ പ്രധാനപ്പെട്ട കുറച്ച് റൈറ്റേഴ്സിനെ നമ്മൾ ഇവിടെ കാണുന്നുണ്ട്. അതുപോലെ തന്നെ അവരുടെ തീം എന്ന് പറയുന്നത് റൊമാൻസ്, മൊറാലിറ്റി, റിലീജിയൻ, സോഷ്യൽ ക്രിറ്റിസിസം, റിയാലിസം ഒക്കെ തന്നെയാണ്. അതുപോലെ ചൗസറിൻ്റെ മെയിനായിട്ടുള്ള ഒരു വർക്കാണ് ദ കാൻറ്റർബറി ടെയിൽസ്. അത് വേണമെങ്കിൽ പഠിച്ചു വെച്ചോട്ടോ. ചൗസറിൻ്റെ ഒരു വർക്കാണ് ദ കാൻറ്റർബറി ടെയിൽസ്. ദി ആർട്സ്. Gothic
architecture, church painting, manuscript illumination, embroidery, and tapestry flourished. Art became more decorative and detailed, showing growing interest in individual personality. Conclusion: the age of Chaucer was a time of great change. Feudalism declined, towns grew, middle class rose, and new literary styles developed. Chaucer captured the life, values, struggles, and beliefs of his age with deep understanding and realism. അപ്പോൾ കലയിലും വലിയൊരു മാറ്റം സംഭവിച്ചിട്ടുണ്ടായിരുന്നു. അവിടുത്തെ പെയിൻറ്റിങ് ആവട്ടെ, എല്ലാ കാര്യങ്ങളിലും ധാരാളം ഡെക്കറേറ്റീവ് ഡീറ്റെയിൽഡ് എല്ലാ കാര്യങ്ങളും നമുക്കിവിടെ വായിച്ചാൽ മനസ്സിലാവും. വലിയൊരു മാറ്റം സംഭവിച്ചിരുന്ന ഒരു സമയമാണ് ചൗസറിൻ്റെ ഒരു കാലഘട്ടം എന്ന് പറയുന്നത്. അപ്പോൾ കൺക്ലൂഷൻ പാർട്ടിലോട്ട് വരുമ്പോൾ നമുക്ക് ഇപ്പോൾ ഇത്രയും കാര്യങ്ങൾ പഠിച്ചത് തന്നെ ഒരു ഫ്യൂഡാലിസം ഡിക്ലൈൻ ചെയ്യുകയും അതേസമയം ധാരാളം മാറ്റങ്ങൾ വന്ന് ഡെവലപ്മെൻറ്റ് വന്നിട്ടുള്ള ഒരു കാലഘട്ടം കൂടിയാണ് ഇദ്ദേഹത്തിൻ്റേത്. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആൻസേഴ്സ് നമുക്ക് പഠിക്കാം. ഓക്കെ, അപ്പോൾ ഇനിയും വീഡിയോസ് ആവശ്യമാണ് നിങ്ങൾക്ക്. ഞാൻ ഇടുന്ന വീഡിയോ അപ്പോൾ തന്നെ കാണണമെന്ന് വെച്ച് കഴിഞ്ഞാൽ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ എനേബിൾ ചെയ്യണം. ഓക്കെ, എന്തെങ്കിലും ഫീഡ്ബാക്ക് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ഓക്കെ, സോ താങ്ക് യു ഫോർ വാച്ചിങ് ദ വീഡിയോ. വിൽ മീറ്റ് യു വിത്ത് നെക്സ്റ്റ് വീഡിയോ. ബൈ ദെൻ, ടേക്ക് കെയർ ആൻഡ് ഗുഡ് ബൈ.